ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെ കേസ് വന്നപ്പോൾ വളരെ വ്യക്തമായ ഒരു സംഗതിയുണ്ട്. കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ഏജൻസികൾക്കും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പുല്ലുവിലയാണ് കൊടുക്കുന്നത്. കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞു ഷാജഹാൻ ഷെയ്ഖിനെ CBIക്ക് കൈമാറാൻ പറഞ്ഞു. പറഞ്ഞ സമയം കഴിഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്തില്ല. വീണ്ടും ഹൈക്കോടതി അന്ത്യശാസനം കൊടുക്കേണ്ടി വന്നു CBIക്ക് കൊടുക്കാൻ. അതിനു മുമ്പ് ED ഉദ്യോഗസ്ഥർ വന്നു, അവരെ ആക്രമിച്ചു. ഒരു നടപടിയെടുത്തില്ല. കുറേ കാലമായി കേന്ദ്രത്തിനെ ഇങ്ങനെ പുല്ലുവില കൊടുത്ത് പരിഗണിക്കുന്ന മമതയെ മോദി എന്താ ഒന്നും ചെയ്യാത്തത്? അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. അതിൽ സുപ്രീം കോടതിയുടെ ചില നിർദ്ദേശങ്ങളുമുണ്ട്. പഴയ പോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ കയറി ഇടപെടാൻ പറ്റില്ല. ഈ അവസ്ഥ ഭരണഘടനാ ശില്പികൾ മുൻകൂട്ടി കണ്ടിരുന്നു. ഒരു സംസ്ഥാനം കേന്ദ്രത്തിന് പുല്ലുവില കൊടുക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? അതിനാണ് ആർട്ടിക്കിൾ 356. അത് വെച്ച് സംസ്ഥാനത്തെ പിരിച്ചുവിടും. അപ്പോൾ ഇപ്പോൾ മമതാ ബാനർജിയുടെയും അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജി, അയാളാണ് അവിടെ ഭരിക്കുന്നത്. മമതയെക്കാളും പവർഫുള്ളായിട്ട് നിൽക്കുന്ന അയാളാണ്. പിന്നൊന്ന് ഷാജഹാൻ ഷെയ്ഖാണ്. ഷാജഹാൻ ഷെയ്ഖ് മമതാ ബാനർജിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ 356 വകുപ്പ് വെച്ച് സർക്കാരിനെ പിരിച്ചുവിട്ടു. മമതാ ബാനർജി പറയുകയാണ്, ഞാൻ പിരിഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിനാണ് ഇന്ത്യൻ പട്ടാളം ഉള്ളത്. മനസ്സിലായി? ഈ ഭരണഘടന തയ്യാറാക്കുമ്പോൾ അതിനകത്ത് അസാമാന്യമായ സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുക്കുമ്പോൾ പോലും ഇതിനൊക്കെ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ഭരണഘടനയിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇതുപോലത്തെ നിഷേധികൾ ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് അന്ന് തന്നെ ചിന്തയുണ്ടാകുകയും അങ്ങനെയാണ് ഈ 356 വകുപ്പ് വരികയും ചെയ്തത്. കാരണം ഭാരതത്തിൻ്റെ അന്നത്തെ അവസ്ഥ നോക്കും. 553 നാട്ടുരാജ്യങ്ങൾ പ്ലസ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് ഭാരതമായിട്ട് അന്ന് 1947 ഓഗസ്റ്റ് 15 ഡിക്ലെയർ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിൽ ആരെങ്കിലുമൊക്കെ നിഷേധികൾ ഉണ്ടാകും എന്ന് അംബേദ്കർക്കറിയാം, സർദാർ പട്ടേലിനറിയാം, അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർക്കറിയാം, ഇവർക്കൊക്കെ അറിയാം. ഇതൊക്കെ ഈ തെമ്മാടികളൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഞാഞ്ഞൂല് മുതൽ 8 അടി മൂർഖൻ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അതിനാണ് ഈ വകുപ്പ്. അവിടം വരെ ഒന്നും ഇവരെത്തിയിട്ടുമില്ല. ചോദിക്കട്ടെ, ഈ 386 വകുപ്പിൻ്റെ പല്ലും നഖവുമൊക്കെ SR ബോംബെ കേസിലെ വിധിയോടെ ഇല്ലാതായി? ഇല്ല. അതിനുശേഷവും എത്രയോ പേര് പിരിച്ചുവിടുക. പക്ഷേ അവിടെയൊക്കെ കോടതി പറഞ്ഞത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. ആകെ ഒരെണ്ണം മാത്രം, ഉത്തരാഖണ്ഡ് മാത്രമാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ബാക്കിയൊന്നും കോടതി ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ കോടതികൾക്കും ഇതിൽ ഇടപെടാൻ ഒരു പരിധിയൊക്കെ ഉണ്ട്. കോടതിയുടെ കയ്യിൽ എക്സിക്യൂട്ടീവ് ഒന്നുമില്ല, കടലാസ് മാത്രമേ ഉള്ളൂ. കടലാസിലെ ഉത്തരവാണ്. അതുകൊണ്ട് കോടതികൾക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് അഡ്മിനിസ്ട്രേഷനിൽ ഇടപെടാൻ സാധ്യമല്ല. ഇപ്പോൾ സന്ദേശ് ഖാലി അടക്കം ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ഒരു മജിസ്ട്രേറ്റിന് അതിൻ്റെ ഭരണം ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് പ്രയോഗിച്ച് പട്ടാളത്തെയോ BSFനെയോ ഇറക്കുന്നു. ആ പ്രദേശം കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറും. സംസ്ഥാന സർക്കാരിന് ഭരിക്കാം. സംസ്ഥാനത്തെ പോലീസും ഉണ്ടാകും. ദാറ്റ് പോലീസ് ഹാസ് ടു വർക്ക് ഇൻ കോർഡിനേഷൻ വിത്ത് AFSPA ഓർ BS, സെൻട്രൽ ഫോഴ്സസ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കേന്ദ്രത്തിന് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം ഇപ്പോൾ ലോ എൻഫോഴ്സിങ് ഏജൻസി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ മമത അംഗീകരിച്ചു. ആദ്യം ഇവർ CBIക്ക് ഈ ഷാജഹാനെ കൊടുക്കില്ല. അതെ. ഹൈക്കോടതി ഉത്തരവ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. SLP ഇമെയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതിയിൽ ഇവരുടെ വക്കീൽ പറഞ്ഞു ഇതിപ്പോൾ അർജൻറ്റായിട്ട് കേൾക്കണം, വലിയ സീരിയസ് ഇഷ്യൂ ആണ്. സുപ്രീം കോടതി പറഞ്ഞു അത്ര അർജൻറ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഹർജി കൊണ്ടുപോയിട്ട് അവിടെ രജിസ്ട്രിയിൽ ഫയൽ ചെയ്തിട്ട് അത് മേശപ്പുറത്ത് വന്ന് അത് അപ്പലിസ്റ്റ് ചെയ്യും. അല്ലാതെ അതിൽ കവിഞ്ഞുള്ള പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ സിമ്പിൾ കാര്യമില്ലെന്ന്. ഹൈക്കോടതിയുടെ ഒരു വിധി നിങ്ങൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഹൈക്കോടതി വിധിയല്ലാതാകുന്നില്ല. സുപ്രീം കോടതി പരിശോധിച്ച് ഹൈക്കോടതി വിധി റദ്ദാക്കുന്നത് വരെ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നത് വരെ ഹൈക്കോടതി വിധി പ്രിവെയിലിംഗ് ആണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി എന്ത് ചെയ്തു, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുത്തു ഇവർക്കെതിരെ. മെയിൻ ബ്യൂറോക്രാറ്റ്, ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി 3 പേർക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുത്തു.
കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവർ പരിഭ്രമിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ പണി പോകും ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നിട്ട് വേറൊരു ബെഞ്ച് ഇതിൽ തന്നെ രണ്ടാമത്തെ ഉത്തരവ് ഫൈനലി ഇന്നെങ്കിലും കൈമാറണം ഇമ്മീഡിയറ്റ്, അതർവൈസ് വിൽ ടേക്ക് ആക്ഷൻ, വി നോ വാട്ട് ടു ഡു. അല്ല ഞങ്ങൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് മൈ ഓർഡർ ഡസ് നോട്ട് എക്സിസ്റ്റ്. സുപ്രീം കോടതിയിൽ ആർക്ക് വേണമെങ്കിലും പോവാം. സുപ്രീം കോടതിയിൽ പോയി എന്നുള്ളത് കൊണ്ട് സുനിലൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്നെ ഒരു കേസിൽ പോലീസ് പിടിക്കാൻ ശ്രമിക്കുന്നു, ഞാൻ അതിനെതിരെ ഒരു ഹർജി ഹൈക്കോടതിയിൽ കൊടുക്കുന്നു, ഹർജി പെൻഡിങ് ആണ്, അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ഹർജിയിൽ വിധിയൊന്നും വന്നിട്ടില്ലല്ലോ. അതെ അതെ, നോ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി പറയുകയാണെങ്കിൽ ശരി എന്നെ അറസ്റ്റ് ചെയ്തു. ഞാനൊരു ഹർജി കണാകുണാന്ന് പറഞ്ഞ് എഴുതിയിട്ട് കൊണ്ടുപോയി അവിടെ ഒരു രജിസ്ട്രിയിൽ കൊടുത്തു എന്നുള്ള കാരണം കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇമ്മ്യൂണിറ്റി ഇല്ല. എന്തൊരു പരിപാടി ഇതൊന്നും. പക്ഷേ CPM ഇവിടെ TMCയുടെ ഗുണ്ടാഭരണമാണ് ബംഗാളിൽ നടക്കുന്നത്. ഗുണ്ടകളാണ് ഭരിക്കുന്നത്, അല്ലാതെ മമതാ ബാനർജി പോലും അല്ല. അവരുടെ കയ്യിൽ തടവിലാണ് മമത. വാസ്തവത്തിൽ നീതി നടപ്പാക്കാൻ മമത ആഗ്രഹിച്ചാൽ പോലും നടക്കില്ല. ഇവരെല്ലാം അങ്ങനെയാണ്. നോക്ക്, ഈ മമതാ ബാനർജിയെ അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയെ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു. ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു. മുലായം സിംഗിൻ്റെ മകൻ അവിടുത്തെ ആളുകളിക്കാൻ ശ്രമിക്കുന്നു, അഖിലേഷ്. സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിനെ അടുത്ത ആളായിട്ട് വാഴിക്കും. ഇവർക്കെല്ലാം ഈ വെറുതെ എല്ലാം മോദി പറയുന്നത് കുടുംബവാഴ്ചയ്ക്കായിട്ടാണ് ഇവർ നിലനിൽക്കുന്നത്. പരിവാർ വാദ് എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ല, ബാക്കിയുള്ളവർ ഓരോരുത്തരെ എടുത്ത് നോക്ക്, ഇവരുടെ എല്ലാം പരിവാരങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ഈ ഷാജഹാൻ ഷെയ്ഖിന് ഇത്ര വലിയ പ്രാധാന്യം എന്താ? TG, നമ്മളിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ ബംഗാളിലും മമത അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര ഇൻസിഡൻറ്റ്സ് CBI നിരോധിച്ചു, എത്രയോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഏറ്റവും അവസാനമാണ് സന്ദേശ് കാലി വന്നത്. അതിപ്പോൾ മോദി എവിടെ പോയി, അതൊരു നാഷണൽ ഇഷ്യൂ ആയിട്ട് മാറി പതുക്കെങ്കിലും. പക്ഷേ ഈ സമയത്തെല്ലാം ഒരു ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ല. നമ്മൾ അമിത്ഷാ ഭയങ്കര ഉരുക്ക് മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പിണ്ണാക്കും നടന്നിട്ടില്ല പച്ചയ്ക്ക് പറഞ്ഞാൽ. ഈ എല്ലാ സ്ഥലത്തും കേന്ദ്രം ഇടപെടണം എന്ന് മോഹിക്കുന്നത് ശരിയല്ല. വല്ലപ്പോഴും എങ്കിലും എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇടപെടൽ. മറ്റേ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഇടപെടൽ, CBIയുടെ ഇടപെടൽ. വനിതാ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു, സർക്കാരിനെ പിരിച്ചുവിടണം. ഞാൻ പറയട്ടെ, ഈ ബംഗാളിലെ സകല പ്രശ്നങ്ങളിലും അവിടുത്തെ കോടതി ഇടപെട്ടിട്ടുണ്ട്, ഹൈക്കോടതി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും തോന്നും ഹൈക്കോടതിയാണ് ഇപ്പോൾ ബംഗാളിലെ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത്. ഹൈക്കോടതിയുടെ പ്രോംപ്റ്റ് ഓർഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഓർഡേഴ്സ്. അതൊക്കെ കൊണ്ടാണ് ഇതിങ്ങനെയെങ്കിലും നിൽക്കുന്നത്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോൾ അതിനെയും മറികടന്നുകൊണ്ട് ഈ ഷോ കാണിക്കാനായിട്ട് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആളുകൾ വഴി കിടന്ന് അടിപിടിക്കുക. ഇപ്പോൾ അല്ല ശരി, പക്ഷേ അതിൻ്റെ പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പിരിച്ചുവിടാം. അല്ല, TG പറഞ്ഞു ഒരു സ്ഥലം പ്രശ്നബാധിത സ്ഥലമായിട്ട് പ്രഖ്യാപിക്കാം. അതുപോലും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ആ എക്സ്റ്റെൻറ്റിലേക്ക് പോയിട്ടില്ല എന്നർത്ഥം. അല്ല, അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അവിടെ ഗുണ്ടകളാണ് ഭരിക്കുന്നത് വല്ല കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് അവരുടെ ഈ CPM ഭരണമായിരുന്നല്ലോ നേരത്തെ. ഏത് കേന്ദ്ര സർക്കാർ പിരിച്ചു വിട്ടിട്ടാണ് അത് മാറിയത്? അത് അഡ്രസ്സില്ലാതെ പോയില്ലേ? അല്ല, അങ്ങനെ ഒരു സാഹചര്യം BJPക്ക് അനുകൂലമായി ബംഗാളിലുണ്ടാവുക. അവിടുത്തെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം ബംഗ്ലാദേശിൽ നിന്നുള്ള വ്യാജ മുസ്ലിം വോട്ടർമാർ നിൽക്കുമ്പോൾ അവരാണ് CPM നിലനിർത്തിയത്, ഇപ്പോൾ TMC നിലനിർത്തുന്നത്. ശരി, ആയിക്കോട്ടെ. ഇതിനെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ ID കാർഡിനെ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെടുത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ കക്ഷികൾ മുഴുവൻ പുറത്താകും. ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രാജ്യം നമ്മൾ പറയുന്ന പോലെ അവിടെ പട്ടാളത്തെ വിട്, ഇവിടെ പട്ടാളത്തെ വിട്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പട്ടാള ഭരണം. എന്തായാലും സന്ദേശ് കാലി വന്നതുകൂടി അവിടുത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു നടപടിയെങ്കിലും ഉണ്ടായി. തീർച്ചയായിട്ടും ഉണ്ടായി. ഈ സന്ദേശ് കാലി ഇപ്പം തുടങ്ങിയതല്ല. അവിടുത്തെ സ്ത്രീകളുടെ പരാതി എന്താ? 14 വർഷമായി ഈ ഷാജഹാൻ ഷെയ്ഖ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന് തോന്നിയ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകുന്നു. 14 വർഷം അവർ അനുഭവിച്ചു. 14 വർഷം അനുഭവിച്ചു. 10 വർഷം നമ്മുടെ നരേന്ദ്രമോദി ഭരിച്ച നാടാണ്ടത്. ഇല്ല, പുറത്തു പോലും വന്നിട്ടില്ല ഈ വാർത്ത. അവർ പുറത്ത് മിണ്ടിയിട്ടില്ല.
അങ്ങനെയാണ് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. 14 വർഷമായി എൻ്റെ കൺമുമ്പിൽ ഇത് നടക്കുന്നു, ഇനി ഞാനിത് പുറത്ത് പറയും. അങ്ങനെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അത് വലിയൊരു മൂവ്മെൻറ്റായി, പ്രശ്നമായി. അങ്ങനെയാണ് 14 കൊല്ലം എന്തിന് നിങ്ങൾ മിണ്ടാതിരുന്നു എന്ന് ചോദിച്ച് തിരിച്ചവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? അല്ല, അവർ മിണ്ടിയില്ലെങ്കിലും അറിയാൻ കണ്ണും കാതും ഒക്കെ കേന്ദ്ര സർക്കാരിനും ഇല്ലേ? ഈ ഇല്ല എന്നുള്ളതാണ് സത്യം. എല്ലാ സ്ഥലത്തും കേന്ദ്ര സർക്കാരിൻ്റെ ആളൊന്നുമില്ല. അതൊക്കെ വെറുതെ ആൾക്കാരുടെ ധാരണയാണ്. സകല സ്ഥലത്തും CID നിൽക്കുന്നു. അങ്ങനെയൊന്നും മനുഷ്യസാധ്യമല്ല അങ്ങനെയൊന്നും ചെയ്യാൻ. ഇതിപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം ഇവർ തന്നെ, സ്ത്രീകൾ തന്നെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിന് നടപടിയുണ്ടായി. ആ നടപടി ഏറ്റവും സ്ട്രോങ് ആയിട്ട് കൽക്കട്ട ഹൈക്കോടതി എടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യത്തിലും കൽക്കട്ട ഹൈക്കോടതി ഈ കറപ്ഷൻ കേസസ് മുഴുവൻ ബംഗാളിലെ ഇത് മുഴുവൻ തന്നെ ഒറ്റ എണ്ണം ബാക്കി വയ്ക്കാതെ ഹൈക്കോടതി ഉത്തരവിൻ്റെ പുറത്താണ് ഈ ശാരദാ ചിട്ടി ഫണ്ട് കേസുണ്ട്, മമതയൊക്കെ ഉൾപ്പെട്ടത്. CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഒന്നും ആയിട്ടില്ല. എങ്ങും എത്തിയിട്ടില്ല. 2G കേസ് എവിടെയെങ്കിലും എത്തിയോ? അത് നമ്മുടെ ഒരു ഇൻഹറൻറ്റ് പ്രശ്നമാണ്. കോടതികളിലെ ഒരു കേസ് ഫ്രെയിം ചെയ്ത് ചാർജ് ഷീറ്റും ഒക്കെ ആയിട്ട് പോയി വിചാരണ ചെയ്ത് മമത ഒരു വലിയ രാഷ്ട്രീയ എതിരാളിയായി നിൽക്കുമ്പോൾ ഇതൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ, ഗിയറപ്പ് ചെയ്യാനെങ്കിലും കേന്ദ്രം ശ്രമിക്കണ്ടേ? അല്ല, ഇത് ഗിയറപ്പ് ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ ഈ സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ വെറുതെ ഒരു കേസ് സ്പീഡപ്പ് ചെയ്യാൻ സാധ്യമല്ല. കാരണം പ്രതീക്ഷ ഞാൻ പറയുന്നത് കേൾക്കൂ. CRPCയുടെ ചട്ടമനുസരിച്ചല്ലേ നമുക്ക് വിചാരണ നടത്താൻ പറ്റുള്ളൂ. ആ ചട്ടം ബൈപ്പാസ് ചെയ്യാൻ പറ്റുമോ? അല്ല, മൻമോഹൻ സിംഗ് വന്നാലും സോണിയ വന്നാലും രാഹുൽ വന്നാലും മോദി വന്നാലും ഒരേ സിസ്റ്റവും ഒരേ നീതിയുമാണെങ്കിൽ എന്തിനാണ് സാർ ഒരു മാറ്റം? ഇത് ഇപ്പം മാറ്റിയില്ലേ? IPC മാറ്റി, CRPC മാറ്റി, എവിഡൻസ് ആക്ട് മാറ്റി. ഇപ്പോൾ അത് ആപ്ലിക്കബിൾ ആകാൻ പോവുകയാണ്. യു സീ ദ റിസൾട്ട്. കാരണം ഈ നമ്മുടെ ഇതിൽ തന്നെ ഉള്ളൊരു നിയമം, അതിനെ നമുക്ക് തന്നെ ബൈപ്പാസ് ചെയ്യാൻ പറ്റുമോ? അല്ലേ, എന്തായാലും ഞാനിതൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും വലിയ കിരാത ഭരണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അവിടെ നിസ്സഹായരായ മനുഷ്യർ നിലവിളിച്ചുകൊണ്ടും മരണത്തിനും അപമാനത്തിനും കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുക നിത്യേനെ. ഇറ്റ്സ് നോട്ട് ട്രൂ. ഇപ്പോൾ അങ്ങനെയല്ല. ദ സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്ഡ്. ഇന്നിപ്പോൾ ഈ ഷാജഹാൻ ഷെയ്ഖിനെ അകത്താക്കിയില്ലേ, അതും CBIയുടെ കയ്യിൽ. ദാറ്റ് ഹാസ് സെൻഡ് എ വെരി സ്ട്രോങ് സിഗ്നൽ. നോ നോൺസെൻസ് വിൽ ബി ടോളറേറ്റഡ്. ജോ ഹോ ഗയാ. ശരി, ഞാൻ സമ്മതിക്കുന്നു കേന്ദ്ര സർക്കാരിന് വീഴ്ചയുണ്ടായി എന്ന് വെച്ചോ. ഉണ്ടായെങ്കിൽ തന്നെ അവരത് മേക്കപ്പ് ചെയ്തു. ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് വാദത്തിന് വേണ്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും അതവർ മേക്കപ്പ് ചെയ്തിരിക്കുന്നു. അത് തീർച്ചയായും ശരിയാണ്. ഈ കാരണം ഹൈക്കോടതിയെ ബൈപ്പാസ് ചെയ്തിട്ട് കേന്ദ്രം കയറി ഇടപെടുന്നത് അല്ല, നല്ല കാര്യമല്ല. ഷാജഹാൻ ഷെയ്ഖിനെ കേന്ദ്ര ഏജൻസി കൊണ്ടുപോകുമ്പോൾ അതിലൂടെ കിട്ടുന്നൊരു മെസ്സേജുണ്ട്, അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഷാജഹാൻ ഷെയ്ഖിൻ്റെ പുറത്ത് അടുത്ത 3 കേസുകൾ കൂടെ അയാളുടെ കൂടെ വേറെ 3 പേരെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് CBI. അതിൽ ഇപ്പോഴെങ്കിലും ചോദിക്കാനും പറയാനും ആളുണ്ടടാ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടാവും. അല്ല, ഈ ഒരു അവസ്ഥയുണ്ടല്ലോ. ഒരു 4-5 വർഷം മുമ്പ് മമത ഇതുപോലെ ചെയ്തിരുന്നു. സിമ്പിൾ ഇതാണ്. ചീഫ് സെക്രട്ടറിയെ ഡൽഹിക്ക് വിളിപ്പിച്ചു, ഹോം മിനിസ്ട്രി, ഫോർ എ കോൺഫറൻസ്. മമത അയാളോട് പറഞ്ഞു താൻ പോകണ്ടെന്ന്. അയാൾ പോയില്ല. ഓർക്കുന്നുണ്ട്. വാസ്തവത്തിൽ IAS ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറി കേന്ദ്രം വിളിച്ചാൽ പോകാൻ ബാധ്യസ്ഥനാണ്. ഇയാൾ പോയില്ല, പേടിച്ചിട്ട്. കാരണം പോയാൽ ഇയാളെ വെട്ടിക്കൊല്ലും. അയാൾക്ക് ആകെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ അയാൾ റിട്ടയർ ആവുകയാണ്. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. കാരണം അയാൾ ഡൽഹിയിലും പോയില്ല. ഡൽഹിയിൽ വിളിച്ച് പറഞ്ഞാണ് എൻ്റെ പൊന്നിയേട്ടാ എൻ്റെ കഴുത്തി എത്തിക്കളയും ഈ തള്ള, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നാളെ ഞാൻ റിട്ടയർ ആകുകയാണ്, എന്നെ വിട്ടേക്കണം. അങ്ങനെ പ്രാണനും കൊണ്ട് രക്ഷപ്പെട്ടു അയാൾ. അത് വലിയ ഇഷ്യൂ ആയിട്ട് ബ്ലോപ്പ് ആകുന്നത് ഇയാൾ റിട്ടയർ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ഡൽഹിയിൽ നടക്കുന്നു, താൻ പോകണ്ടോ എന്ന് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇറ്റ് ഈസ് അബ്സല്യൂട്ട് ലോലെസ്നെസ്. ബട്ട് ആ ഒരു കാരണം പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ പിരിച്ചുവിടാൻ പറ്റുമോ? ദാറ്റ് വിൽ ബി ടു ഡിസ്പ്രപ്പോർഷനേറ്റ് ആൻ ആക്ഷൻ. അപ്പം നമുക്ക് വന്ന ദേഷ്യത്തിന് നമുക്ക് പറയാം പിരിച്ചുവിട്, പട്ടാളത്തിറക്ക്, വെടിവെക്കുന്നത്. അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ നടക്കുകയില്ല. അല്ല, അങ്ങനെയൊക്കെ വേണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് അനുഭവം കൊണ്ടാണ്. അനുഭവിച്ച് മതിയായി വരുമ്പോഴാണ് എന്തെങ്കിലും പട്ടാളമെങ്കിൽ പട്ടാളം വന്നാൽ കൊള്ളാം എന്ന് ജനം ആഗ്രഹിക്കുന്നു. എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു. അതിൽ തെറ്റുമില്ല, അങ്ങനെയൊക്കെ മോഹിക്കുന്നതിൽ തെറ്റുമില്ല. അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളാണ് ഞാനീ പറഞ്ഞത്.
മോഹം തെറ്റാണെന്ന് ഞാൻ പറയില്ല. ആർക്കാണ് സമാധാനം വേണ്ടാത്ത? എല്ലാവർക്കും സ്വസ്ഥവും സമാധാനം, ആരും ഉപദ്രവിക്കാതെ കഴിഞ്ഞു കൂട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ട ചുമതലയുള്ള ഭരണാധികാരികൾ തന്നെ അതിന് പാരവെച്ചാൽ എന്ത് ചെയ്യും? അതാണ് ഷാജഹാൻ ഷെയ്ഖ് ഒരു തുടക്കമാവട്ടെ. ഷാജഹാൻ ഷെയ്ഖ് നല്ലൊരു തുടക്കമാണ്. കാരണം ഇവരുടെ ഗുണ്ട തലവനാണ് ഷാജഹാൻ ഷെയ്ഖ്. അതുകൊണ്ടാണ് അത്രയും കാലം അവർ ഇയാളെ സംരക്ഷിച്ചത്. ഹൈക്കോടതി പറഞ്ഞിട്ടും സംരക്ഷിച്ചു, സുപ്രീം കോടതിയിൽ സംരക്ഷിക്കാൻ നോക്കി, പല രീതിയിൽ നോക്കിയിട്ട് അവസാനം രക്ഷയില്ലാതെ അയാളെ ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്നു. ഇത്രയും കാലം അയാൾ ഒളിവിൽ താമസിച്ചത് മിക്കവാറും മമതാ ബാനർജിയുടെ ബംഗാളിലായിരിക്കും കക്ഷി താമസിച്ചത്. അവസാനം പോലീസ് കസ്റ്റഡിയിൽ കൊടുത്തു. ബംഗാളിലെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ രാജകീയമായ ജീവിതമാണ്. അതുകൊണ്ടാണ് CBIക്ക് കൈമാറാൻ മടിച്ചത്. ബട്ട് ഹൈക്കോടതി വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തു. സുപ്രീം കോടതി പറഞ്ഞു ഇതിലൊരു അർജൻസി ഒന്നുമില്ല, ഹൈക്കോടതി നോക്കുന്നുണ്ട്. പിന്നെ കേസ് യു ലിസ്റ്റ് ഇറ്റ്, ഗിവ് ഇറ്റ് ടു ദ രജിസ്ട്രി ആൻഡ് ലെറ്റ് us see. അവിടെ കിടക്കും, ഇത്രയേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ അത് ഇൻഫ്രക്ചസ് ആകുകയും ചെയ്യും. ഏതായാലും ബംഗാളിലെ ജനങ്ങൾക്ക് ഇതൊരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കട്ടെ. പകരുന്ന ആ ഒരു സംഭവമാണിത്. ഷാജഹാൻ ഷെയ്ഖിൻ്റെ അറസ്റ്റും CBI EDയുടെ ഒക്കെ ഇടപെടലും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യലും എല്ലാമായിട്ട് കൂടുതൽ നല്ല വാർത്തകൾക്കായി കാത്തിരിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.